സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ പരിചയമായ 5-ാമത്തെ അധ്യായം കർത്താവിന്റെ പർവ്വത പ്രസംഗം. മത്തായി സുവിശേഷകൻ യേശു കർത്താവിനെ രാജാവാക്കി സ്വീകരിക്കുന്നു. സാധാരണ ലോകത്തിലെ രാജാവിനെ പോലെയല്ല യേശു കർത്താവ്. അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകളാണ് ഓരോ അധ്യായങ്ങളിലും നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ രാജാവിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ രാജാവിന്റെ തത്വം, രാജാവിന്റെ പ്രയോറിറ്റി തന്റെ സാധാരണ അന്നത്തെ ശാസ്ത്രിമാര് പരീക്ഷന്മാര് പഠിപ്പിച്ചിരുന്ന നീതി പോലെയല്ല. അവന്റെ നീതി കുറെ കൂടെ കടന്ന നീതിയാണ്. 5-ാം അധ്യായം 20-ാം വാക്യം, പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ആ ദൈവിക നീതി, ആ സ്പിരിച്വൽ ആത്മീയ നീതിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആത്മീയ നീതി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യ വാക്യങ്ങളിലൊക്കെ പഠിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഇപ്പോൾ നമ്മള് പഠിക്കുന്ന ഭാഗം 17 മുതലായ 21 മുതലായ വാക്യങ്ങളാണ്. 21 മുതലുള്ള വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായി സാധിക്കുന്നത് അവിടെ എങ്ങനെ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ നീതി ലഭിക്കുവാൻ തൊക്കെ കഴിയുന്നത്, അല്ലെങ്കിൽ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവ് പ്രസ്താവിച്ചതായ ഈ ആത്മീയമായ നീതി ഉണ്ടാകുവാൻ തൊക്കെ ഇടയായി തീരുന്നതെന്നാണ്. അപ്പൊ കർത്താവ് അതിനുവേണ്ടി ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ മോശയുടെ പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുന്നതായ ശാസ്ത്രിമാര് അവര് പറഞ്ഞു കൊടുക്കുന്ന, ജനത്തെ പഠിപ്പിക്കുന്ന 6 പ്രമാണങ്ങൾ എടുത്ത് അതിനെ വിശദീകരിക്കുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഒന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, കൊല ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച്. അത് പറഞ്ഞാണ് കർത്താവ് ഭാഗം തുടങ്ങുന്നത്. 21-ാം വാക്യത്തിൽ കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യരാകുമെന്നും പൂർവന്മാരോട് അള്ളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ മർഡർ പോലെ തന്നെ കർത്താവിന്റെ നീതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായി നമുക്ക് ഇന്ന് ജീവിക്കുന്ന നമുക്ക് നാം ഓർത്തിരിക്കേണ്ടത്, കോപം അതുപോലെ തന്നെ ഒരു വലിയ പാപമാണ്. ആ കോപം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവിടെ സഹോദരനോട് എത്രയും വേഗം തന്നെ കർത്താവ് പറയുന്ന വാക്കുകളൊക്കെ നാം ശ്രദ്ധിക്കണം. കർത്താവ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ആരാധന ദൈവത്തിന് ഏറ്റവും പ്രധാനമേറിയതാണ്. എന്നാൽ ആരാധനയേക്കാൾ പ്രാധാന്യം മറ്റുള്ളവരോട് ഹൃദയത്തിലുള്ള പകയും വിദ്വേഷവും വിട്ടുകളയേണ്ടതാണ് എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് 25-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, നിന്റെ പ്രതിയോഗികളുടെ വഴി ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സിൻഫുൾ ആങ്കർ അല്ലെങ്കിൽ കോപം അത് വെച്ചുകൊണ്ടിരുന്നാൽ അത് ദീർഘിക്കും തോറും വലിയ കുഴപ്പമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞാഴ്ച ഓർമ്മിച്ചതുപോലെ കൊല ചെയ്യുന്ന ആളിനെ കുറ്റം വിധിച്ച് ജയിലിടാറുണ്ട്. എന്നാൽ കോപിച്ചെന്നും പറഞ്ഞ ആരെയും ഒരു കോടതി ഇതുവരെ ജയിലിൽ അടച്ചിട്ടില്ല. എന്നാൽ ആത്മീയമായി നാം നോക്കുമ്പോൾ കൊല ചെയ്യുന്നവരെ ജയിലിലിടുന്ന പോലെ തന്നെ ആത്മീയമായ ഒരു പ്രിസണിലെ അനുഭവമാണ് മറ്റുള്ളവരോട് കോപവും വിദ്വേഷവും പകയും വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ദൈവത്തോടുള്ളതായ ബന്ധത്തിന്, മറ്റുള്ളവരോടുള്ള ബന്ധത്തിന് ഒക്കെ വളരെ കുഴപ്പം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എത്രയും വേഗം അതിന് ക്രമീകരണം വരുത്തണം എന്നുള്ളത്, അതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ അടുത്ത സ്ലൈഡ് ഏറ്റവും ഒടുവില് ഒരാൾ പറഞ്ഞതായ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പ്രസ്താവിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നൊരു കൊട്ടേഷൻ. ദ പേഴ്സൺ ഹു റിഫ്യൂസസ് ടു ഫർഗീവ് ഹിസ് ബ്രദർ ഡിസ്ട്രോയ്സ് ദ വെരി ബ്രിഡ്ജ് ഓവർ വിച്ച് ഹി ഹിംസെൽഫ് മസ്റ്റ് വാക്ക്. അവനവൻ തന്നെ നടക്കുന്ന പാലം തകർക്കുന്നത് പോലെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതായ ജീവിതം. അത് വളരെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് മർഡർ എന്നുള്ള വിഷയത്തിനെ കുറിച്ച് കർത്താവ് തന്ന എക്സ്പ്ലനേഷൻ അതാണ്. ഇനി അടുത്തതാണ് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അത് വ്യഭിചാരത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ 27-ാം വാക്യത്തിൽ. എന്നാൽ ഇത് 10 കൽപ്പനകളില് 7-ാമത്തെ കൽപ്പനയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന് 14-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കുവാനായി സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഇവിടെ പ്രസ്താവിക്കുമ്പോൾ
ദൈവത്തിന്റെ ശുദ്ധീകരണത്തിൻ്റെതായ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, ദ ലോ ഓഫ് പ്യൂരിറ്റി, ജീസസ് ഈസ് റിവീലിംഗ് ത്രൂ ദിസ് സ്റ്റേറ്റ്മെന്റ്സ്. ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡ് ഇവിടെ റിവീൽ ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇത് നാം വായിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത്, കർത്താവ് ഇത് പ്രസ്താവിക്കുമ്പോൾ ലൈംഗികമായ സെക്ഷലായ കാര്യങ്ങളുടെ ഇമ്പ്യൂരിറ്റിയും അതിന്റെ പവിത്രതയും, എന്നാൽ മനുഷ്യൻ എത്രമാത്രം പാപം നിറഞ്ഞ ചിന്തയുള്ളവനാണെന്നുള്ളതും കൂടെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് കർത്താവ് പ്രസ്താവിക്കുകയാണ്, വ്യഭിചാരം ചെയ്തത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനാ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഇവിടെ അഡൽട്ടറി, വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നു, കൊലപാതകത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ കൽപ്പനയായി കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നത് അഡൽട്ടറിയെ കുറിച്ചാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവമാണ് സെക്സ് ക്രിയേറ്റ് ചെയ്തത്, ലൈംഗികം ദൈവമാണ് സൃഷ്ടിച്ചത്, ദൈവമാണ് അതിന്റെ ഓർഡർ, ദൈവമാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നവന്, അത് റെഗുലേറ്റ് ചെയ്യുവാൻ, നിയമം ഉണ്ടാക്കുവാൻ, ആ നിയമത്തിന് വ്യത്യാസങ്ങൾ വരുത്തുവാൻ എല്ലാം ദൈവത്തിനാണ് കഴിവുള്ളത്. ദൈവം അല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഹി ഹാസ് ദ അതോറിറ്റി ടു റെഗുലേറ്റ് ഇറ്റ് ആൻഡ് ടു പണിഷ് ഇറ്റ് ദോസ് ഹു റെബൽ അഗൈൻസ്റ്റ് ഹിസ് ലോസ്. ദൈവം വെച്ചിരിക്കുന്ന നിയമത്തെ മാറ്റുന്നവരെ ശിക്ഷിക്കുവാനും ദൈവത്തിനാണ് അധികാരമുള്ളത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യമാണ്, വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ദൈവം വ്യഭിചാരികളെ ന്യായം വിധിക്കുമെന്ന്. അപ്പോൾ ദൈവം ലോ ഉണ്ടാക്കി, ദൈവം അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം, അതിനെ കൊണ്ട് റെബലി ചെയ്യുന്ന, അനുസരണക്കേട് കാണിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ ദൈവം ചെയ്യരുതേ എന്ന് കൊടുത്തിട്ടുള്ളതായ പ്രമാണങ്ങൾക്കൊക്കെ വളരെ മീനിങ് ഫുൾ ആണ്, അതിനെല്ലാം വളരെ അർത്ഥമാണ്. ചില ആളുകളൊക്കെ വേദപുസ്തകം ശരിയായി അറിയാൻ കഴിയാത്തവരൊക്കെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, അവർ പ്രസ്താവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് നമ്മോടൊക്കെ ഏതോ ഇഷ്ടമില്ലായ്മയുള്ളതുപോലെ, നാം ഒന്നും സന്തോഷിക്കരുത്, നമ്മുടെ ഹാപ്പിനെസ് എല്ലാം റോബ് ചെയ്യാൻ വേണ്ടി ദൈവം നോന്ന് ഒത്തിരി കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. നല്ല ആഴമായി പഠിച്ചാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ചെയ്യരുത് എന്നുള്ള നിയമം വെച്ചിരിക്കുന്നത്. കാരണം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്തുകൾ വലുതായതുകൊണ്ട് അത് നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി, നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നോ എന്ന് വെച്ചിരിക്കുന്നത്. വളരെ ഈസിയായ ഉദാഹരണമാണ്. നാം കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ്. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് അവര് വളർന്നു വരുമ്പോൾ അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് ഇഷ്ടമായതെല്ലാം നമ്മൾ കൊടുക്കാറില്ല. ആ കുഞ്ഞുങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല കൊടുക്കാറുള്ളത്, ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ നമ്മുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം, ആരെയും മനസ്സിലിപ്പോൾ കണ്ടുകൊണ്ടല്ല, ഒരു വീട്ടില് ഇപ്പൊ അദ്ദേഹം കല്യാണം കഴിക്കുന്ന പ്രായമായി, കുഞ്ഞായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ താഴെ വിട്ടാൽ ഉടനെ ചെയ്യുന്നത് എവിടെയും കമ്പോ സ്ക്രൂ ഡ്രൈവറോ ഒന്നും കിട്ടിയില്ല, കോയിനയിലും എടുത്തുകൊണ്ട് പോയി പ്ലഗ് പോയിന്റിനകത്ത് കുത്തി കഴിഞ്ഞു. ഇത് അവൾ ചെയ്യുന്ന ജോലി. അപ്പോൾ അത് ചെയ്യുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അവനത് ചെയ്യാൻ അനുവദിക്കാത്ത, അവന്റെ അമ്മയും അപ്പനും അനുവദിക്കാത്ത കാരണം എന്താണ്? കുഴപ്പമാകും എന്നുള്ളതാണ്. ഞങ്ങളുടെ മൂത്തമ്മൻ ബെന്നിന് വളരെ ഇഷ്ടമുള്ളത് തീയാണ്. തീ ഇപ്പൊ ഒത്തിരി വ്യത്യാസമുണ്ട്, ഇപ്പം കുറച്ച് തലച്ചുറയ്ക്ക് ഉറച്ചിട്ടുണ്ട്. തീയെ കത്തുന്നതൊക്കെ കാണുന്ന വലിയ സന്തോഷമാണ്. ഫയർ പ്ലേസ് ഒക്കെ ഉള്ളിടത്ത് പോയി അതിന്റെ മുന്നിൽ അങ്ങ് കിടക്കുന്നത്. ഒരു ദിവസം അവന്റെ ബെഡ്റൂമിൽ തന്നെ കതവ് അടച്ചിട്ടേച്ച് ഏതാണ്ടൊക്കെ ഈ ആർട്ടിന്റെ കൊച്ച് പ്ലൈവുഡ് പോലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് എങ്ങാണ്ടോന്ന് മാച്ചസും കൊണ്ടുവന്ന് ഇതങ്ങ് കത്തിച്ചു.
ഇതിന്റെ സീരിയസ്നെസ് ഒന്നും പുള്ളി അറിഞ്ഞില്ല. കത്തി കയ്യിൽ കൊള്ളുമെന്ന് അറിഞ്ഞപ്പോ താഴെ ഇട്ടു. താഴെ ഇട്ടപ്പോ കാർപ്പറ്റയിൽ അധികം പുക വന്നപ്പോൾ ദേവിടെ അടുത്ത മുറിയിൽ ചെന്ന് തുറക്കത്തില്ല. ദേവിടെ ഡോറ് തല്ലി തുറന്ന് അകത്ത് കയറിയപ്പോ സംഗതി ഇല്ല. ഇതൊക്കെയാ ചെയ്യുന്നത്. ഒരു ദിവസം ഗരാജില് പുള്ളി തീ കത്തിച്ച് എൻജോയ് ചെയ്യുക, അടുത്ത് കാറും കിടക്കുക, ഗരാജ് അടച്ചിട്ട് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്കറിയാം ആള് മച്ചുവേർ ആയതുകൊണ്ട് ഇപ്പൊ തീ കൊണ്ട് കളിക്കാനൊന്നും നടക്കത്തില്ല. ഇന്ത്യയിൽ പോയി പുള്ളി ഏറ്റവും എൻജോയ് ചെയ്ത കാര്യം അതാ. തീ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ അവർ അനുവദിക്കുമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ചില കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമായിട്ട് തോന്നും. എന്നാൽ പേരൻസ് അവരോട് നോ നോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവർക്കിത് കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് അറിയണം. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന നിയമമെല്ലാം, പ്രത്യേകിച്ച് മൊറാലിറ്റി സംബന്ധിച്ച് ദൈവം വെച്ചിരിക്കുന്ന അതിരുകള്, ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങൾ, പ്രമാണങ്ങൾ, അത് ദൈവത്തിന് നാം സന്തോഷിക്കുവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ അതിലേക്ക് പോയാൽ കുഴപ്പമാവുന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആകാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമായതുകൊണ്ടാണ് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. അതേസമയം തന്നെ ദൈവമാണ് നിയമങ്ങൾ, ന്യായപ്രമാണങ്ങൾ, കൽപ്പനകൾ എല്ലാം തന്നത്. അത് കീപ്പ് ചെയ്യേണ്ടത്, പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അനുസരിക്കാത്തവർക്കൊക്കെ ദൈവം അടി കൊടുത്തിട്ടുണ്ട്, ദൈവം ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. ഇവിടെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, സെക്ഷൽ ഇമ്പ്യൂരിറ്റി, ലൈംഗികമായ ശുചിത്വം അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്നത് പുറമേയുള്ള ആക്ഷനിൽ മാത്രം അടങ്ങുന്നതല്ല. ഇത് ഡിസൈഡ്സ്, ഹൃദയത്തിന്റെ ആഗ്രഹത്തിലാണ് ഇതിന്റെ തുടക്കം. സെക്ഷൽ ഇമ്പ്യൂരിറ്റി ബിഗിൻസ് ഇൻ ദ ഡിസൈഡ്സ് ഓഫ് ദ ഹാർട്ട്. അത് നമ്മുടെ ഹൃദയത്തിലാണ് തുടങ്ങുന്നതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മീയമായ താല്പര്യം ഉള്ള പോലെ തന്നെ ജഡികമായ ഇച്ഛകളും നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുവാൻ തക്ക ഇടയായി തീരും. അതാണ് കൂടുതലായി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന സ്ത്രീയെ നോക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണുന്നതിനെ കുറിച്ചല്ല. ചിലര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു ദൈവദാസൻ നമുക്കൊക്കെ ഇപ്പൊ പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ സഭാഗത്തിന് പോയ സൗകര്യമായിരിക്കുന്നിടത്തോട്ട് നോക്കത്ത് പോലും ഇല്ലായിരുന്നു പറഞ്ഞു. ഇപ്പോഴെപ്പോഴാ നോക്കാൻ തുടങ്ങിയത്, കുറച്ച് ബോധമായി കഴിഞ്ഞപ്പോഴേ. അങ്ങനെയുള്ള നോട്ടത്തെ അല്ല കർത്താവ് മീൻ ചെയ്യുന്നത്. ഉള്ളിൽ ലെസ്റ്റ് വെച്ചുകൊണ്ട് ജഡീക ചിന്തയോടുകൂടി നോക്കുന്നത്, അതാണ് ഭാവം. അപ്പോൾ വ്യഭിചാരം പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ളതായ ലംഘനമാണ്, പാപമാണ് ഹൃദയത്തിൽ ജഡീക ചിന്തയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലുക്ക് നോട്ട് എ കാഷ്വൽ ഗ്ലാൻസ് ബട്ട് lust after her, that is the sin here. Purpose of feeding his inner sensual appetites. അതാണ് കർത്താവ് ഇവിടെ മീൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ചിന്തയോടുകൂടി നോക്കുന്നത് പാപമാണ്, അത് വ്യഭിചാരം പോലെ തെറ്റാണ് എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് കൊലപാതകത്തെ കുറിച്ച് പറയുന്നത് ഒരാളെ അക്ഷരികമായി കൊന്നില്ലെങ്കിലും മറ്റുള്ളവരോട്, സഹോദരനോട് കോപിക്കുന്നത് അതിന് സദൃശമായി. കർത്താവിന്റെ നീതി അതാണ്. അക്ഷരികമായി ഒരാൾ പോയി ഒരു വ്യഭിചാരം ചെയ്തില്ല, അഡൾട്ടറിയിൽ ഇടപെട്ടില്ല എങ്കിൽ തന്നെയും ഹൃദയത്തിൽ ആ ചിന്തയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ അത് പാപമാണ് എന്നാണ് കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിന്മേൽ ജയം പ്രാപിക്കുവാനായി സാധിക്കുന്നത്? അതാണ് കർത്താവ് പറയുന്നത്. How do we get victory? By purifying the desires of the heart and disciplining the action of the body. ഹൃദയത്തിലെ ചിന്തകളെ, ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ നാം ആത്മീയ രീതിയിൽ കൊണ്ടുവന്ന് അതിനെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറയുന്നു, കണ്ണ് ചുവന്നെടുത്ത് കളയുവാൻ, വലം കൈ കട്ട് ഓഫ് ചെയ്യുവാൻ, മുറിച്ച് കളയുവാനായി. ഒരു സർജറി, ലിറ്ററൽ സർജറി അല്ല കർത്താവ് അവിടെ മീൻ ചെയ്യുന്നത്. ഈ ഹൃദയത്തിൽ നിന്ന് ഈ അശുദ്ധ ചിന്തകൾ പോയില്ല എങ്കിൽ ഈ കണ്ണെടുത്ത് കളഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല, കൈ വെട്ടി മുറിച്ച് മാറ്റിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്നാൽ ഹൃദയത്തിലാണ് ഒരു വ്യത്യാസം വരേണ്ടത്. അതാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. നോട്ട് ലിറ്ററൽ സർജറി. അതുകൊണ്ട് അത് സോൾവ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ചെയ്യുവാനായി, പ്രത്യേകിച്ച് ജഡികമായ പാപങ്ങളിൽ നാം അകപ്പെടുവാനായി
നാം ഉപയോഗിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ രണ്ട് പ്രധാന പുള്ളികളാണ് കണ്ണും കയ്യും. കണ്ണ്, കയ്യ്, ഇത് രണ്ടുമാണ് തെറ്റിലേക്ക് നമ്മെ നടത്തുന്നത്. പ്രത്യേകിച്ച് സെക്ഷൽ സിന്നിലേക്ക് നയിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ അതിനെ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഡീൽ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഡിസിസീവ്ലി. വളരെ പെട്ടെന്ന് തന്നെ അതിനോട് ഡീൽ ചെയ്യണം. അത് കുറച്ച് അല്ലെങ്കിൽ അല്പ വ്യത്യാസം വരുത്തി, ചെറിയ ചേഞ്ചസുകൾ വരുത്തി ടേപ്പർ ഓഫ് ചെയ്യുന്ന പരിപാടിയല്ല കർത്താവ് പറഞ്ഞത്. കട്ട് ഓഫ് ഇറ്റ്. ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്ന ശക്തികളുണ്ട്. ഈ ശരീരത്തിന് ഇതുവരെ വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ തൊന്നും കഴിഞ്ഞിട്ടില്ല നമുക്ക്. എന്നാൽ അതിനെ ജയിക്കണമെങ്കിൽ, ആ ടെംപ്റ്റേഷനിൽ വിജയം ലഭിക്കണമെങ്കിൽ പൂർണ്ണമായി കട്ട് ഓഫ് ചെയ്യേണ്ട വിഷയങ്ങളെ എല്ലാം കട്ട് ഓഫ് ചെയ്ത് അതിനെ ലഘുവായി കാണാതെ അതിനെ സീരിയസ് ആയിട്ട് കണ്ട് ചെയ്യണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്പിരിച്വൽ സർജറി ഈസ് മോർ ഇമ്പോർട്ടന്റ് ആൻഡ് is better than the physical surgery. Sins of the body lead to eternal punishment. അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്നതായ പാപങ്ങൾ നിത്യമായി നരകത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് കണ്ണിനെ കുറിച്ച് പറഞ്ഞതായ കാര്യം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നമ്മൾ ഇനി പഠിക്കുന്ന വിഷയമാണ്. 6-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. കണ്ണ് ചില ട്രാൻസ്ലേഷനിൽ സിംഗിൾ ആയി എന്ന് വായിക്കുന്നു. മലയാളത്തിൽ ചൊവ്വുള്ളതെന്നും അതിന്റെ ചൊവ്വുള്ളതല്ലാത്തത്, ഈ രണ്ട് പദവും മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈവൾ ആയി എന്ന് ചൊവ്വുള്ളതല്ലാത്തത് എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ഇതിന് പല മീനിങ്ങുകളുണ്ട്. കർത്താവ് പറഞ്ഞ വാക്കിന്റെ മീനിങ്ങുകൾ, കണ്ണ് ചൊവ്വുള്ളത് എന്നുള്ളതിന്റെ മീനിങ്ങുകൾ ഇതൊക്കെയാണ്. അത് ക്ലിയർ എന്നൊരു മീനിങ് ഉണ്ട്, അത് സൗണ്ട്, ഹെൽത്തി, ജനറസ്, സിൻസിയർ, ഗുല്ലസ്, ഇതെല്ലാം അതിന്റെ മീനിങ് ആണ്. ചൊവ്വുള്ള കണ്ണെന്ന് പറയുന്നത് കാണേണ്ട പോലെ കാണുവാൻ തക്കവണ്ണം കണ്ണ് ഹെൽത്തി ആയിരിക്കും, അത് ക്ലിയർ ആയിരിക്കും. എന്നാൽ ഈവിളാകുന്ന കണ്ണ് എന്ന് പറഞ്ഞാൽ ചൊവ്വുള്ളതല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന മീനിങ്ങുകൾ സിക്കാണ്, കണ്ണിന് രോഗമാണ്, അത് ബാഡായിട്ടുള്ള കണ്ണാണ്, അത് സ്പോയിൽഡ് ആയിട്ടുള്ളതാണ്, ഈവിൾ ഇന്റൻഷൻ, ഇങ്ങനെയുള്ള കണ്ണാണ് കുഴപ്പം ചെയ്യുന്നത്. അതാണ് ശരീരത്തിന് മുഴുവൻ കേടുവരുത്തുന്നത്. അതുകൊണ്ട് നിന്റെ കണ്ണ് ശരിയായിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് പരിചയമുള്ള പൗലോസ് ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളില് ഫിലിപ്പിയ വിശ്വാസികളോട് പറയുകയാണ്: ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പ്രധാനമായി അത് കൺക്ലൂഡ് ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും. അപ്പോൾ ചിന്തിക്കേണ്ടത് ഹൃദയത്തിൽ കടന്നു വരേണ്ട ചിന്തകൾ രമ്യമായതായിരിക്കണം, നിർമ്മലമായതായിരിക്കണം. അനേക കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നത് ഒരു ആത്മീയന് യോജിക്കാത്തതാണ്. എന്നാൽ നമ്മുടെ കണ്ണ് ദൈവസന്നിധിയിൽ യോഗ്യമായ രീതിയിൽ സമർപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കണ്ണ് ദോഷത്തിലേക്ക് നയിക്കുവാൻ നമുക്കിടയായിത്തീരരുത്. അഗ്നിനരകത്തിന് ഇടയായിത്തീരും എന്ന് പറയുന്ന പദപ്രയോഗം, അത് ഹേഡിസ് അല്ലെങ്കിൽ ഹെയ്ഡ്സ് എന്നുള്ള വാക്കാണ് സാധാരണ നരകത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത് അതിന്റെ ട്രാൻസ്ലേഷൻ ഗീഹന്ന എന്നുള്ള ഒരു പദമാണ്. ഗേഹന്ന അല്ലെങ്കിൽ ഗീഹന്ന എന്ന് പറയുന്നത് ഹനോം എന്ന് പറയുന്ന ഒരാളിന്റെ താഴ്വരയെ കുറിച്ചാണ് പറയുന്നത്. ജെറുസലേമിന്റെ തെക്കു ഭാഗത്തായിട്ട് ഒരു താഴ്വരയിൽ ട്രാഷ് എല്ലാം കൊണ്ട്, ജങ്ക് എല്ലാം കൊണ്ടിട്ട് തീ കത്തിക്കുന്ന ഇടമാണ്. അവിടെ എപ്പോഴും ഈ ജങ്കെല്ലാം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ മീനിങ് ആണ് കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
വളരുതാത്ത വസ്തുക്കളെ എല്ലാം ഇട്ട് ചുട്ടുകരിക്കുന്ന ഇടത്തായിരിക്കും നിന്റെ കണ്ണ് വിശുദ്ധമല്ലെങ്കിൽ നിനക്ക് സ്ഥാനം ലഭിക്കാൻ പോകുന്നത്. യഹൂദന്മാര് വിശ്വസിക്കുന്നത് ായിരിക്കും അന്ത്യ ന്യായവിധി ഉണ്ടാകാൻ പോകുന്നത്. ദൈവം എല്ലാവരെയും ശിക്ഷിക്കുന്ന അവിടെ വെച്ചായിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം ന്യായവിധി എന്നുള്ളതാണ്. ദൈവം ശിക്ഷ വിധിക്കുന്ന ദൈവമാണ്. ദൈവം കണ്ണടച്ച് കളയുന്ന ദൈവമല്ല എന്ന് ഉറപ്പിച്ചതുപോലെ നിയമം ഉണ്ടാക്കിയ ദൈവം അതിനോട് മത്സരിക്കുന്നവരെ ശിക്ഷിക്കുവാനും അവനാണ് അതിന് യോഗ്യനായുള്ളവൻ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ പറയുന്നതായി നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണ് ദൈവസന്നിധിയിൽ പ്യുവറായിരിക്കണം, നിർമ്മലമായിരിക്കണം. കൊലോസ്യ ലേഖനത്തിലെ വാക്യങ്ങൾ നാം മിക്കവാറും വായിക്കാറുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ അവയവങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനായ അത്യാഗ്രഹം ഇങ്ങനെയുള്ളതായ അവയവം ഇതൊക്കെ ജനിപ്പിക്കുന്നതായ നമ്മുടെ അവയവങ്ങളെ മരിപ്പിച്ചുകൊണ്ട് വേണം നാം ജീവിക്കുവാനായി. റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ നാം സ്നാനത്തിന്റെ വിഷയങ്ങൾ പഠിക്കുന്ന ഭാഗമുണ്ട്. ആ സ്നാനത്തിന്റെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അവിടെ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പൗലോസ് പറയുന്നത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ദൈവനീതിക്കായിട്ട് സമർപ്പിച്ചവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ വചനം അനുസരിച്ച് ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നാം ചെയ്യേണ്ടതാണ് എഴുതിയിരിക്കുന്നത്. റോമർ 6:12-13. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുവരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുകയും. നമ്മുടെ ശരീരം, നമ്മുടെ അവയവം നീതിക്ക് സമർപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ കണ്ണ്, ഈ ലോകം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. എന്നാൽ അതിന് നടുവിൽ നാം നമ്മുടെ കണ്ണ് വളരെ സൂക്ഷിച്ചു വേണം ജീവിക്കുവാനായിട്ട്. സഹോദരിമാരും ഓർത്തിരിക്കേണ്ട വിഷയം, ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, നാം ജോലിക്ക് പോകുമ്പോഴും വെളിയിൽ പോകുമ്പോഴും ഒക്കെ ഒരു ദൈവത്തിന് യോഗ്യമായ വസ്ത്രധാരണമായിരിക്കുകയാണ്. എന്റെ ചെറുപ്പകാലത്ത് ഒത്തിരി ജ്ഞാനമുള്ള, ഭയങ്കര തലമുഴൻ കമ്പ്യൂട്ടറിനെക്കാട്ടി ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബന്ധമുള്ള അദ്ദേഹത്തോട് വാദിച്ചൊന്നും ആർക്കും ജയിക്കാനായിട്ട് കഴിയില്ല. എന്നെ കാണുമ്പോഴൊക്കെ ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ആത്മീയർക്ക്, ക്രിസ്ത്യൻസിന് അനുകൂലമായിട്ടാണ് പറയുന്നത്. അല്ലാത്തവരോട് ദൈവമില്ലെന്നും പുള്ളി വാദിക്കുകയും ചെയ്യും. ഇനി ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറയാം. കാലത്ത് മരിച്ചുപോയി. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു ഒരു കാര്യം. നമ്മുടെ വലിയ യോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് എന്നോട് പറഞ്ഞു, അമ്മി, ഈ കള്ളം കുടിച്ചേച്ച് പോകുന്ന ഒരുത്തനേക്കാൾ അവൻ ചെയ്യുന്ന ദോഷത്തേക്കാൾ വലിയ ദോഷമാണ് സ്ത്രീകൾ ശരീരം നല്ലപോലെ കവർ ചെയ്യാതെ ആണുങ്ങളുടെ മുന്നിൽ ചെല്ലുന്നതാണ് പറഞ്ഞത്. ഞാൻ ഒത്തിരി ചിന്തിക്കുവാനൊക്കെ ഉള്ള ഇടയായിട്ട്. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അത് മറ്റുള്ളവർക്ക് ജഡീക ചിന്ത ഉണർത്തുന്ന രീതിയിൽ നമ്മുടെ വസ്ത്രധാരണമായിരിക്കുവാനായിട്ട് പാടില്ല. നാം അത് വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിന്റെ മറുവശം തന്നെ ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും നമ്മുടെ കണ്ണുമായി ഒരു നിയമം ചെയ്ത്, കണ്ണിനെയും ഡെഡിക്കേറ്റ് ചെയ്ത്, കയ്യെയും ഡെഡിക്കേറ്റ് ചെയ്ത്, നാവിനെയും ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവിക നീതിയിൽ, യേശു കർത്താവിന്റെ നീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. റോമാലേഖനത്തിൽ തന്നെ ഞാൻ പിന്നെ 12-ാം അധ്യായം വായിക്കുമ്പോൾ 12-ാം അധ്യായം 1-2 വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. പഴയ നിയമത്തിലെ യാഗങ്ങളൊക്കെ ജീവനുള്ള യാഗങ്ങളല്ല. അതിന്റെ കഴുത്ത് അറുത്തിട്ട് അതിന്റെ ജീവൻ പോയി കഴിഞ്ഞിട്ടാണ് വെക്കുന്നത്. എന്നാൽ പുതിയ നിയമ യാഗത്തിൽ ഒരു വിശ്വാസി ജീവനോട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അതിന്റെ ഉദാഹരണമാണ് ഇസ്ഹാക്ക്. ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ ആ കൈയും കാലും കെട്ടി യാഗപീഠത്തിന്മേൽ ഇട്ടിരിക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ് ഒരു ദൈവവേദന ഉണ്ടായിരിക്കേണ്ടത്. ഒത്തിരി കാര്യങ്ങളൊക്കെ
ചെയ്യുവാനൊക്കെ ജഡത്തിന് കഴിയുമെന്നാൽ നാം യാഗമായി നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചവരായിരിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 13 റോമാലേഖനത്തിന്റെ തന്നെ 13 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം വെളിച്ചത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ജീവിക്കണം. 13 വാക്യം മുതൽ പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ പരിപാവനമായിരിക്കണം. ചിന്തകളിലൂടെയാണ് പാപം പ്രവേശിക്കുവാൻ ഇടയായിത്തീരുന്നത്. യാക്കോബ് തന്റെ ലേഖനത്തിലും അത് തന്നെ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് 1-ാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഇതാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ കണ്ണ് അത് ഹൃദയത്തിലേക്ക് വന്ന് ഡിസയേഴ്സ് വന്ന് ആഗ്രഹങ്ങൾ തന്ന് പാപം ചെയ്യുവാനായി നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ നാം അതിനോട് ജയിക്കേണ്ടത് ആവശ്യമാണ്. മുമ്പേ കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ ഓർപ്പിച്ചതുപോലെ അത് വളരെ നിസ്സാരമായി എടുത്ത് ടേപ്പർ ഓഫ് ചെയ്യാൻ കുറഞ്ഞു വരും എന്നുള്ള ചിന്തയിലല്ല ചെയ്യുന്നത്. അത് കട്ട് ഓഫ് ചെയ്യണം. കണ്ണ് ചൂന്നെടുത്ത് കണ്ണ് നിലക്കിടർച്ച വരുത്തിയാൽ ആ കണ്ണ് ചൂന്നെടുത്ത് എറിഞ്ഞു കളയണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സെക്ഷൽ സിൻ മാത്രമല്ല, ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ ആത്മീയമായി മുന്നേറാൻ തടസ്സമായിരിക്കുന്നത് എന്തുണ്ടെങ്കിലും അതിനെ ഒരു ലാഘവത്തോടുകൂടെ കാണാതെ ദൂരെ എറിയേണ്ട രീതിയാണ് ഒരു ദൈവത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് അത് കമ്പ്യൂട്ടർ ആയിരിക്കും, ചിലർക്ക് അത് TV ആയിരിക്കും, അതുപോലെ വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും. നമ്മെ ടെൻഡ് ചെയ്യുവാനായി പാപത്തിനായി പ്രേരിപ്പിക്കപ്പെടുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി ജയിക്കുമോ എന്ന് നോക്കാനല്ല, അവിടെ പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്ന വിഷയങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരിക്കലൊരു ദൈവദാസൻ എനിക്കൊന്ന് ഡോക്ടർ ഏഴെങ്കിലും സാങ്കുട്ടിയാണെന്ന് തോന്നുന്നു പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്. ചിലരെ കൗൺസിൽ ചെയ്തപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് അങ്ങനെയുണ്ടായിട്ട് പറയുന്നു, ഒരു കാലത്ത് അതിന് ഒത്തിരി ആക്സിഡന്റുകൾ ഉണ്ടായി. ഡ്രൈവേഴ്സ് കെയർലെസ് ആയിട്ട് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അതിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്റെ ഫാമിലിയുടെ പിക്ചർ, വൈഫിന്റെയും കുഞ്ഞുങ്ങളുടെയും പിക്ചർ ഈ ഡ്രൈവർ ഓടിക്കുന്നതിന് മുന്നിൽ തനിക്ക് കാണത്തക്ക രീതിയിൽ കൊണ്ടുവെക്കുമായിരുന്നു. അത് കണ്ടു കഴിഞ്ഞെങ്കിലും മര്യാദയ്ക്ക് ഓടിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. അതുപോലെ ഏതെല്ലാം കാര്യത്തിൽ ആത്മീയമായി നമ്മെ പിന്നോട്ട് വലിക്കുന്ന ശക്തികളുണ്ടോ അതിനെയൊക്കെ അറുത്തു മാറ്റിയിട്ട് നാം മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമോ അതിന് സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ് ആവശ്യം. എന്ന് പറഞ്ഞാൽ പാപത്തോടെ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച കോപം, അതുപോലെ നമ്മുടെ നോട്ടം കണ്ണുകൊണ്ട് ഒക്കെ ചെയ്യാവുന്ന പാപം ഇത് വലുതായി കണ്ടുകൊണ്ട് അതിനെ എതിർക്കുവാനായി അല്ല അതിനോട് റെസിസ്റ്റ് ചെയ്യുവാനായി നിസ്സാരമായി അതിനെ കരുതാതെ ഇമ്മീഡിയറ്റ് ആയി കട്ട് ഓഫ് ചെയ്യുന്ന ഒരു രീതി തികഞ്ഞ ആത്മീയർക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. നമുക്ക് ഇന്ന് കാലം പ്രാർത്ഥിക്കാം. നാം ദൈവത്തിന്റെ വചനം വായിച്ചിട്ടുള്ളവരാണ്, പഠിക്കുന്നവരാണ്, അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് കാലം നമ്മിലേക്ക് തന്നെ ഇന്ന് തിരിഞ്ഞു നോക്കാം. നമുക്ക് എവിടെയാണ് ക്രമീകരണങ്ങൾ വരുത്തുവാൻ ആവശ്യമായിട്ടുള്ളത്, എവിടെയാണ് മുറിച്ചു കളയേണ്ട വിഷയങ്ങളുള്ളത്, എവിടെയാണ് നീക്കിക്കളയേണ്ട വിഷയങ്ങളുള്ളത്.